അപ്പം ദേ നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽ കൊണ്ടാണ് ഈ കുഷൻ ഒന്ന് ഉണ്ടാക്കിയാലോ. കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ? സൂപ്പറാട്ടോ നേരിട്ട് കാണാനും. അപ്പം എൻ്റെ കയ്യിൽ കുറച്ച് വെൽവെറ്റിൻ്റെ ക്ലോത്ത് ആയിരുന്നുള്ളത്. അതാ ഞാൻ എടുത്തത്. ഇങ്ങനത്തെയൊക്കെ കുഷൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആകുമ്പം കുറച്ച് വെൽവെറ്റിൻ്റെ ഒക്കെ അല്ലേ നല്ലത്. അപ്പം ഞാൻ ആ ക്ലോത്ത് രണ്ടായിട്ട് മടക്കി. അതായത് നമ്മൾ ഇത് ചെയ്യണമെങ്കിൽ സർക്കിളിലാണ് വരേണ്ടത്. അപ്പോൾ 2 സർക്കിൾ കിട്ടാനും വേണ്ടിയിട്ട് രണ്ടായിട്ട് മടക്കി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നായിട്ട് മടക്കിയിട്ട് അങ്ങനെ 2 വട്ടം കട്ട് ചെയ്തെടുക്കാം. പക്ഷേ ഞാൻ ഒറ്റ കട്ടിൽ കഴിയാനും വേണ്ടിയിട്ട് രണ്ടായിട്ട് മടക്കിയിട്ട് അതിനെ നടുക്കൂടെ മടക്കി. വീഡിയോ ശ്രദ്ധിച്ച് നോക്കണേ. അതിനെ നടുക്കൂടെ മടക്കിയിട്ട് പിന്നെ അതിനെ ഒന്നും കൂടെ നടുക്കൂടെ മടക്കുന്നുണ്ട്. അപ്പുറത്തെ സൈഡിൽ നിന്ന് നമ്മൾ മാറ്റ് ചെയ്തില്ലായിരുന്നോ, അതിന് സർക്കിൾ കട്ട് ചെയ്തില്ല, ആ സെയിം മെത്തേഡ് തന്നെ ഇത്. ഒന്നും കൂടെ കാണിക്കാം, ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, മനസ്സിലാവും. കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. പിന്നെ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മെഷീൻ ഒന്നും വേണമെന്നില്ല കേട്ടോ. നമുക്ക് സാധാ നമ്മുടെ സൂചി നൂലും കൊണ്ട് കുത്തി കെട്ടിയെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ എനിക്ക് കഴിഞ്ഞ വീഡിയോസിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. 2 വീഡിയോസിനായിട്ട് എനിക്ക് 20 സബ്സ്ക്രൈബേഴ്സിനോളം കിട്ടിയിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ അതേ അങ്ങനെ മടക്കിയിട്ട് ഞാൻ ഒരു 6.5 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു ഡീസൻറ്റ് വലിപ്പത്തിലുള്ളൊരു കുഷ്യനാണ് കിട്ടുന്നത്. അതിൽ വലുതാക്കണമെങ്കിൽ 2 ഇഞ്ചോ 4 ഇഞ്ചോ ഒക്കെ കൂട്ടിയെടുക്കാം. ചെറുതാക്കണമെങ്കിൽ അതുപോലെ 1 ഇഞ്ചൊക്കെ കുറച്ചെടുക്കാം. പക്ഷേ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടത് ഒത്തിരി വലുതുമല്ല, എന്നാൽ ഒത്തിരി ചെറുതുമല്ല. ഇവിടെ കുഞ്ഞിന് നല്ല ഇഷ്ടപ്പെട്ട്. അങ്ങനെ ഞാൻ എല്ലാ ഭാഗത്തും ആ കോർണറിൽ നിന്ന് 6.5 ഇഞ്ച് വെച്ച് എല്ലാ ഭാഗത്തും മാർക്ക് ചെയ്തെടുത്തിട്ട് അത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഞാൻ ജസ്റ്റ് വരച്ചും കൂടെ കാണിക്കുന്നുണ്ട്. വരയ്ക്കണമെന്നൊന്നുമില്ല, ജസ്റ്റ് അതിലേക്കൂടെ തന്നെ കട്ട് ചെയ്താൽ മതി. പിന്നെ ക്ലോത്ത് ഫോൾഡ് ചെയ്യുമ്പം ചുളുക്കൊന്നും ഇല്ല, അത് ഫോൾഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ സർക്കിളിൻ്റെ ഷേപ്പൊക്കെ മാറിപ്പോവും. അപ്പം അത് കട്ട് ചെയ്തെടുത്തപ്പോൾ എനിക്ക് 2 സർക്കിളുകളാണ് കിട്ടിയത്. കണ്ടോ? എന്നിട്ട് ഈ സർക്കിളിൻ്റെ അറ്റത്തൂടി ഒരു തയ്യൽ കൊടുക്കണം. അത് നമുക്ക് മെഷീൻ തന്നെ ചെയ്യണമെന്നില്ല, കൈ വെച്ച് സ്റ്റിച്ച് ചെയ്താലും മതി. എന്നിട്ട് കുറച്ച് ഗ്യാപ്പ് ഇടണം. അത് നമുക്ക് അകത്തുള്ള നല്ല വശമല്ലേ അകത്തിരിക്കുന്നത്, അത് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്യാപ്പ് ഇടണം. എന്നിട്ട് നമുക്ക് അതിനകത്തൂടെ മറ്റേ പോളി ഫൈബർ ഫില്ല് ചെയ്യാനുണ്ട്. അതും അതിന് വേണ്ടിയിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് തയ്ക്കണം. ഫുള്ളങ്ങ് തയ്ച്ച് മൂട്ടി വെക്കരുത്. അപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നമുക്ക് തിരിച്ചിടാം. ഇങ്ങനത്തെ ടിപ്സല്ല, ഇങ്ങനത്തെ വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ മറക്കല്ല, ലൈക്കും കൂടെ തന്നേക്കണേ. അപ്പം ഇങ്ങനെ തിരിച്ചെടുത്തിട്ടുണ്ട്. അപ്പം കണ്ടോ ഓപ്പണിംഗ് ഉണ്ടോ? ആ ഓപ്പണിംഗ് കൂടി നമുക്കിനി പോളി ഫൈബർ ഫില്ല് ചെയ്ത് കൊടുക്കാം. പോളി ഫൈബർ എന്ന് തന്നെയല്ലേ ഇതിനെ പറയുന്നത്, എനിക്കറിയത്തില്ല. എന്തുമല്ല, ആ സാധനം ഫില്ല് ചെയ്ത് കൊടുക്കാം നന്നായിട്ട്. നമുക്ക് അത്യാവശ്യം നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം, എങ്കിലേ ആ ഒരു ഫ്ലഫി ഫീല് കിട്ടത്തോളെ. എന്തായാലും എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. വീഡിയോസ് എല്ലാവരും കാണും, പക്ഷേ അങ്ങനെ ഒരുപാട് പേരൊന്നും സബ്സ്ക്രൈബ് ചെയ്യത്തില്ല. കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അപ്പം എന്താ എൻ്റെ മോനാണ് അത്. ആൾക്കത് ചെയ്യുന്ന കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായി. അതെനിക്ക് ഉറങ്ങാൻ തരണേ എന്നൊക്കെയാണ് പറയുന്നത് കണ്ടിട്ട്. അപ്പം അതൊക്കെ ഞാൻ ഫില്ല് ചെയ്തിട്ട് അതൊന്ന് എല്ലായിടത്തും ഒന്ന് ഈവൻ ആക്കാനും വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഞാൻ കുറച്ചും കൂടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനെ കുറച്ചും കൂടെ ഒന്ന് വേണമായിരുന്നു. എന്നിട്ട് ആ ഓപ്പണിംഗ് ഉണ്ടല്ലോ, നമ്മൾ സാധാ സൂചി നൂലും കൊണ്ട് കുത്തിക്കെട്ടിയെടുക്കുക. ആ ഓപ്പണിംഗ് ഭാഗം നമ്മൾ ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞല്ലോ. എന്നിട്ട് സാധാ സൂചി നൂലും കൊണ്ടാണ് ഞാനത് ചെയ്യുന്നത്. ഇങ്ങനത്തെയൊക്കെ നമുക്ക് കളയാൻ വെച്ചിരിക്കുന്ന മെറ്റീരിയൽസിനകത്ത് നിന്നൊക്കെ ഇങ്ങനെ ഓരോരോ സാധനങ്ങൾ ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. പണ്ട് എനിക്ക് ക്രാഫ്റ്റ്, ഫാഷൻ ഡിസൈനിങ് അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ഓരോ സാധനങ്ങൾ ഞാൻ കണ്ടുപിടിച്ച് ചെയ്യുന്നത്. പിന്നെ എൻ്റെ കൈയുടെ ബാക്കിൽ, ആ ഫിംഗറിൻ്റെ ബാക്കിലാണെങ്കിൽ കുറച്ച് തഴമ്പ് പുതുതായിട്ട് വന്നിട്ടുണ്ട്. അതാണെങ്കിലും മറ്റേ സിസേഴ്സ് പിടിച്ചിട്ട് വരുന്നത്. അതിനി എന്ത് ചെയ്താൽ മാറുമെന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. പിന്നെ അങ്ങനെ ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട്, അങ്ങനെ കുത്തിക്കെട്ടി. ഇത് ഭയങ്കര സിമ്പിളായിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ആയതുകൊണ്ട് കുറച്ച് സമയം എടുക്കേണ്ടി വന്നതാണ്. എന്നാലും ഒരു 10-20 മിനിറ്റ് എനിക്ക് എടുക്കേണ്ടി വന്നിട്ടുള്ളൂ. ഇതല്ലാതൊക്കെ ചെയ്യുമെങ്കിൽ സിമ്പിളായിട്ട് ചെയ്തെടുക്കുക. കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഒന്നുമില്ല പ്രത്യേകിച്ച്. പിന്നെ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഭംഗി നിശ്ചയിക്കുന്നത്. അതും ഭയങ്കര സിമ്പിളാണ് കേട്ടോ. എന്നിട്ട് ഞാൻ ആ ഭാഗം അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നമ്മളകത്തെ ഫില്ല് ചെയ്ത സംഭവം ഉണ്ടല്ലോ, അതാണെങ്കിൽ എല്ലായിടത്തും ഒരേപോലെ ആവാനും വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് എല്ലായിടത്തും ഒരുപോലെ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് സൂചി നൂലം തന്നെ എടുത്തിട്ട് അതിൻ്റെ മിഡിൽ ഭാഗം കണ്ടുപിടിച്ചിട്ട് ആ സൂചി അപ്പുറത്തൂടെ കുത്തി ഇറക്കണം, അതിൻ്റെ എൻഡിൽ നോട്ടിട്ടിട്ട്.
എന്നിട്ട് നോക്കിക്കോ, ഞാൻ പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. എന്നിട്ട് വലിച്ച് ഓരോരോ പെറ്റൽസ് പോലെ ഫ്ലവർ അല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത് ആ കുഷ്യൻ. എന്നിട്ട് ആ ഫ്ലവറിൻ്റെ ഷേപ്പിൽ ഓരോരോ പെറ്റൽസ് പോലെ ഇങ്ങനെ നൂല് വലിച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പം ആ ഒരു എന്താ ആ ഒരു ടൈറ്റ്നെസ് വരുമ്പം ഓരോ പെറ്റൽസിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ വന്നോളും. നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് ലെങ്തിൽ നൂലെടുക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ 2 മടക്കിട്ടൊക്കെ എടുക്കാൻ ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ ഇത് വലിക്കുമ്പോൾ പൊട്ടിപ്പോവും. ഞാൻ ആദ്യം എടുത്ത നൂലിന് ലെങ്ത് അത്ര ഇല്ലായിരുന്നു, അതുകൊണ്ട് എനിക്ക് കെട്ടിട്ടെടുക്കേണ്ടി വന്ന് ഭയങ്കര പാടായിപ്പോയി. അതുകൊണ്ട് ഇച്ചിരി ലെങ്തിലുള്ള ആകുമ്പോൾ നമുക്ക് അവസാനം ആ നോട്ടിട്ട് കൊടുത്താൽ മതി. അതൊന്ന് മിഡിലിൽ നിന്ന് നമുക്ക് വേണ്ടുന്ന പോർഷൻസ് എല്ലാം നമുക്ക് മനസ്സിലാവുമല്ലോ, പെറ്റൽസിൻ്റെ ഒരു ഷേപ്പ് എവിടെ നിന്നൊക്കെയാണ് വരുന്നതെന്ന്. അതൊന്നുമില്ല, ഇങ്ങനെ സ്ട്രെയിറ്റിൽ ക്രോസിന് ഇങ്ങനെ എന്താ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി. നോക്ക്, കാണുമ്പോൾ മനസ്സിലാവും. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്നെക്കുറിച്ചും കൂടെ പറയാം. എൻ്റെ പേര് വംസി എന്നാണ്. എനിക്കിപ്പം 25 വയസ്സാണ് ആയിട്ടുള്ളത്. എനിക്കൊരു മോനുണ്ട്. ഞാൻ, മോന്, ഹസ്ബൻഡ്, ഇത്രയും പേരടങ്ങുന്നതാണ് ഞങ്ങളുടെ കുടുംബം. ഞങ്ങളിപ്പം സെപ്പറേറ്റ് ആയിട്ട് താമസിക്കുക. അപ്പോൾ അങ്ങനെ വീട്ടിലിരുന്ന് ഇങ്ങനെ ബോറടിക്കുന്ന സമയത്താണ് ഞാനൊരു ചാനൽ തുടങ്ങിയാലോ എന്നൊന്ന് ആലോചിക്കുന്നത്. അപ്പോൾ പിന്നെ വിചാരിച്ച് എന്തായാലും വീട്ടിലിരിക്കുവാണ്, പിന്നെ കിട്ടുന്ന സമയം വെറുതെ ഫോണിലൊക്കെ നോക്കി ടൈം കളയണ്ടല്ലോ എന്നും വെച്ചിട്ട് ചുമ്മാ അതൊന്ന് തുടങ്ങിയതാ. പിന്നെ ഇതൊക്കെ ചെയ്യാൻ ഇഷ്ടമായതുകൊണ്ടും കൂടെ അങ്ങ് തുടങ്ങിയതാ കേട്ടോ. പിന്നെ സപ്പോർട്ടൊക്കെ ചെയ്യുന്ന വെച്ചാൽ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബൊക്കെ ചെയ്താൽ മതി കേട്ടോ. ഞാൻ ആരെയും കമ്പൽ ചെയ്യത്തില്ല. പിന്നെ ഞാൻ ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്റ്റിച്ചിങ്ങിലാണ്. പക്ഷേ എനിക്ക് എൻ്റെ വീഡിയോ എടുക്കാൻ പറ്റാറില്ല മെയിൻലി. കാരണം എൻ്റെ എല്ലാണെങ്കിൽ ട്രൈപോഡ് നല്ലതില്ല, അതാണ് പ്രധാനമായിട്ടുള്ള കാരണം. ഈ സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നന്നായിട്ട് നിവർത്തിയൊക്കെ ഇട്ട് കട്ട് ചെയ്യുന്നതൊക്കെ നന്നായിട്ട് കാണിക്കണ്ടേ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് ഒന്നും കാണിക്കാത്തത്. അതുകൊണ്ട് തന്നെ ഞാനങ്ങനെ വീഡിയോസായിട്ട് ചെയ്യാത്തത്. സ്റ്റിച്ചിങ്ങിൻ്റെ ഒരുപാട് വർക്കുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല. അത് തന്നെയല്ലേ സ്റ്റിച്ചിങ്, ഈ ഡ്രസ്സൊക്കെ ആകുമ്പോൾ നമ്മൾ ഇട്ടൊക്കെ കാണിക്കുമ്പോഴല്ലേ അതിൻ്റെ ഒരു ഭംഗി. ഞാൻ എത്ര താഴെ വിരിച്ചിട്ടും തൂക്കിയിട്ടൊക്കെ നോക്കിയാലും അതിൻ്റെ ഭംഗി അങ്ങോട്ട് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ അതിൻ്റെ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാത്തത്. പിന്നെ എനിക്കൊരു ഇൻസ്റ്റഗ്രാം പേജുണ്ട്, ira.in എന്നാണ്. അത് ഞാൻ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്ത് വെക്കാം. അപ്പം ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തേക്കണേ. എനിക്കാണെങ്കിൽ ഞാൻ അതിനകത്തും കണ്ടിന്യൂസ് ആയിട്ടൊന്നും വീഡിയോ ഇടാത്തതുകൊണ്ട് വലിയ ഫോളോവേഴ്സ് ഒന്നുമില്ല. ഇനി ഞാൻ അതും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ യൂട്യൂബിലത്തേക്കും ഇൻസ്റ്റയിലത്തേക്കും ആകുമല്ലോ. അങ്ങനല്ല, ഡ്രസ്സ് ചെയ്യുമ്പം ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ കട്ടിങ് സ്റ്റിച്ചിങ്ങൊക്കെ യൂട്യൂബിൽ ഫൈനൽ ഔട്ട്പുട്ടും ഇടും. അന്നേരം ഇൻസ്റ്റയ്ക്കകത്ത് അങ്ങനെയും ഇടുമ്പം നല്ലതല്ലേ. അങ്ങനെ വിചാരിക്കുവാണ്, നടക്കുമായിരിക്കും ഇൻഷാ അല്ലാഹ്. വലിയ ഫോളോവേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റയ്ക്കകത്ത് ഓർഡേഴ്സൊക്കെ വരാറുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കും. പക്ഷേ എനിക്ക് അതിനൊന്നും വീഡിയോ എടുക്കാൻ സമയം കിട്ടാറില്ല. കാരണം ഞാൻ അവസാന നിമിഷത്തിലായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത്. അന്നേരം അതിൻ്റെ കൂടെ ഈ വീഡിയോയും കൂടെ എടുത്ത് ഒരാളും കൂടെ ഒന്ന് എടുക്കാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ല ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, എനിക്കത് എടുക്കാനുള്ളൊരു ഫെസിലിറ്റി ഇതുവരെ അത് കിട്ടിയിട്ടില്ല. അതുകൊണ്ടും കൂടെ അപ്പം ഞാൻ എന്തായാലും ഇനി അങ്ങനെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ചെയ്യും, ഇൻഷാല്ല ചെയ്യുന്നതായിരിക്കും. എന്തുമായാലും നമ്മുടെ അതാണ്ട് കുഷ്യൻ ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എൻ്റെ കെട്ടിടുന്നത് കണ്ടോ, നമ്മൾ ഈ സ്ട്രിങ് വലിച്ചെടുക്കത്തില്ല, അതിലേക്കൂടെ സൂചി അകത്തൂടെ കയറ്റി നൂലിങ്ങനെ വലിച്ചെടുത്താൽ മതി. അതങ്ങ് നോട്ടായിട്ട് പോയിക്കോളും. അപ്പോൾ പിന്നെ സെക്യൂറായിട്ട് തന്നെ ഇരുന്നോളൂ. 2-3 വട്ടം അങ്ങനെ ചെയ്താൽ മതി, നൂലൊന്നും പൊട്ടിപ്പോത്തില്ല. പക്ഷേ ഇതാണെങ്കിൽ ഈ വീഡിയോയ്ക്കകത്ത് ഈ വെൽവെറ്റ് ആയതുകൊണ്ടാണ് ആ ഗ്ലേസിങ് കാരണം അതിൻ്റെ കളറൊന്നും നന്നായിട്ട് കിട്ടുന്നില്ല. നമ്മൾ ആദ്യം ഒരു വീഡിയോ കണ്ടില്ലേ, ആ സെയിം കളർ തന്നെയാണ് കേട്ടോ ഇത്. നല്ല ഭംഗിയാണ് കാണാൻ, നേരിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടുത്തെ കുഞ്ഞിനാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിനകത്ത് ഇപ്പം കെട്ടിപ്പിടുത്തവും കടത്തവും എല്ലാം. പിന്നെ ഇതിൻ്റെ നടുക്കൊരു ബട്ടൺ പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, അതിനകത്ത് ഞാൻ സാറ്റിൻ്റെ ക്ലോത്ത് എടുത്തിട്ട് ഒരു സർക്കിൾ സർക്കിൾ വരച്ചിട്ട് ആ സർക്കിളിൻ്റെ അറ്റത്ത് കൂടി നമ്മുടെ റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക സൂചി കൊണ്ടിട്ട്. എന്നിട്ട് ഒരു ബോൾ പോലൊരു ആ ഫൈബറിൻ്റെ ഇതെടുത്തിട്ട് അതിനുള്ളിലേക്ക് വെച്ച് ആ നൂലിങ്ങ് വലിക്കണം. അപ്പോൾ ഒരു ബോൾ പോലെ കിട്ടും, കണ്ടോ. എന്നിട്ട് ആ നൂല് വെച്ചിട്ട് തന്നെ അതിൻ്റെ അടിഭാഗം ഒന്ന് നോട്ടിട്ട് കൊടുത്താൽ മതി, സെക്യൂറാക്കി വെച്ചാൽ മതി. ആ സംഭവം ഒന്നും വെളിക്കോട്ട് പോവാതിരിക്കാൻ. എന്നിട്ട് ആ സാറ്റിൻ്റെ എക്സസ് ആയിട്ടുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഞാനാണെങ്കിൽ നമ്മുടെ ഈ കട്ട് പീസസ് കൊണ്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഒരു സീരീസ് പോലെ ചെയ്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ചിരിക്കും. സബ്സ്ക്രൈബേഴ്സൊക്കെ വരുന്നോ എന്നൊക്കെ നോക്കിയിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമുക്കൊരു ഇൻട്രസ്റ്റ് വേണമല്ലേ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞാലേ നമുക്കും ചെയ്യാനൊരു ഇൻട്രസ്റ്റ് വരത്തുള്ളൂ.
അപ്പം ഞാനങ്ങനെ ആലോചിക്കുന്നുണ്ട്, എന്തായാലും എൻ്റെ അടുത്ത് കുറേ കട്ട് പീസസ് ഉണ്ട്, എല്ലാവരുടെ അടുത്തും വേസ്റ്റ് ക്ലോത്തൊക്കെ കാണാം, അപ്പോൾ പിന്നെ കത്തിച്ചൊക്കെ കളയോ, അതൊക്കെ അതിനേക്കാളും നല്ലത് നമുക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവം കിട്ടുമല്ലോ. ഇങ്ങനെ ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കുമല്ലോ എന്തായാലും ഈ വീഡിയോ ഇത്രയും നേരം ഇരുന്ന് കാണുന്നുണ്ട്. എൻ്റെ ഈ ശബ്ദം കേൾക്കണമെങ്കിൽ ഈ വീഡിയോ ഇത്രയും നേരം കാണണമല്ലോ. അന്നേരം ഇതൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും. ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരുന്നാൽ മതി. എൻ്റെ വീഡിയോസ് ആണെങ്കിൽ ഒരുപാട് പേരൊന്നും കാണത്തില്ലെങ്കിൽ എന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഹ്യൂജ് പീപ്പിൾസ് തന്നെയാണ്. എന്താ എനിക്ക് 600, 700, 1000 ഒക്കെ നല്ല വലിയ എമൗണ്ട് തന്നെ. കാരണം നമ്മൾ ബിഗിനറല്ലേ, അപ്പോൾ അത്രയൊക്കെ കിട്ടുന്നതന്നെ വലിയ കാര്യമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഗ്രാജ്വലി കൂടുമായിരിക്കാം, കുറയുമായിരിക്കാം, അറിയില്ല. ഫ്യൂച്ചറൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനൊക്കത്തില്ലല്ലോ. അപ്പോൾ അത് 2 ഭാഗത്തും ഇത് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് ശ്രദ്ധിക്കണേ, എൻ്റെ കഥ കേട്ടിരിക്കാതെ. ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിമ്പിളാട്ടോ. അപ്പോൾ അതൊന്ന് സെക്യൂർ ചെയ്തെടുക്കാം നമുക്ക്. 2 ഭാഗത്തൂടെ ഒരു സ്റ്റിച്ച് കൂടെ തന്നെ 2 ഭാഗത്തൂടെയും സെക്യൂർ ചെയ്തെടുക്കാനൊക്കും. എന്നിട്ട് അതിൻ്റെ എൻഡ് ഞാൻ നോട്ട് ഇടുന്നത് ഇതുപോലെ തന്നെ ഉള്ളിലോട്ട് കയറ്റിയിട്ട് വലിച്ചിട്ടാണേ. അപ്പം കണ്ട, ഇത്രയേ ഉള്ളൂ. നമ്മുടെ കുഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് എൻ്റെ പുത്രൻ. ആ കെട്ടിപ്പിടിച്ചുകൊണ്ടുള്ള ഇരുത്തം നോക്കിയേ. ഏതാണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടുകൊണ്ട് ഭയങ്കര കൊഞ്ഞ കാണിച്ചിരിക്കുക. ഇവിടുത്തെ വില്ലാളി വീരൻ, എന്നിട്ട് കിടന്ന് പാവം പോലൊക്കെ അവിടെ ഇരിക്കുന്നത് കണ്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ താങ്ക്